ഒരു വശത്ത് യുദ്ധം അവസാനിപ്പിക്കുമെന്നും ഉടൻ സമാധാനം ഉണ്ടാകുമെന്നും പറയുന്നു. മറുവശത്ത് ഇറാന്റെ പരമോന്നത നേതാവിനെ വധിക്കാനും ഇസ്രയേലിന്റെ ആക്രമണത്തിൽ പങ്കുചേരാനും സാധ്യതയുണ്ടെന്ന സൂചന നൽകുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. വിശദമായി നോക്കാം. ഇറാനെതിരെ ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ ട്രംപിന്റെ നിലപാടുകൾ ആശയക്കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. നയതന്ത്രത്തിന് പ്രാധാന്യം നൽകുമെന്ന് വ്യക്തമാക്കി ആദ്യം രംഗത്തെത്തിയ ട്രംപ് ഇസ്രയേലിന്റെ ആക്രമണത്തിന് പിന്തുണ പ്രകടിപ്പിക്കുന്നതാണ് പിന്നീട് കണ്ടത്. ഇറാന്റെ ആകാശം പൂർണ്ണമായി നമ്മുടെ നിയന്ത്രണത്തിലാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ കുറിക്കുകയും ചെയ്തു. എന്നാൽ യുദ്ധത്തിൽ വാഷിംഗ്ടൺ പങ്കാളികളല്ല എന്ന് വൈറ്റ് ഹൗസ് പ്രസ്താവന പുറത്തിറക്കി. യുദ്ധത്തിൽ ചേരണോ വേണ്ടോ എന്ന കാര്യത്തിൽ 2 ആഴ്ചയ്ക്കകം ട്രംപ് തീരുമാനമെടുക്കുമെന്നും വൈറ്റ് ഹൗസ് അറിയിച്ചിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സമ്മർദ്ദം ചെലുത്തി അമേരിക്കയെ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുകയാണെന്നാണ് ചില വിദഗ്ധരുടെ നിരീക്ഷണം. അല്ലെങ്കിൽ ആണവ പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കാൻ തെഹ്റാനെ നിർബന്ധിതരാക്കുവാൻ വേണ്ടി ഈ അവസരം വിനിയോഗിക്കുകയാണ് ട്രംപ് എന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. തന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ഇറാനെ പ്രേരിപ്പിക്കുന്നതിനായി ട്രംപ് ഭീഷണിയുടെ സ്വരം ഉപയോഗിക്കുകയാണെന്ന് നാഷണൽ ഇറാനിയൻ അമേരിക്കൻ കൗൺസിൽ പ്രസിഡന്റ് ജമാൽ അബ്ദി പറയുന്നു. പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു ഭ്രാന്തനെ പോലെ സ്വയം ഒരു ഇമേജ് സൃഷ്ടിച്ചെടുക്കുകയാണ് ട്രംപ് എന്നും അബ്ദി വിമർശിക്കുന്നുണ്ട്. എന്നാൽ ട്രംപിനെ നെതന്യാഹു വഞ്ചിക്കുകയാണെന്നാണ് ഇറാനിയൻ അമേരിക്കൻ വിശകലന വിദഗ്ധ ദിന ഗോർബൻസിഫിന്റെ അഭിപ്രായം. ട്രംപിന് എന്താണ് വേണ്ടതെന്ന് പോലും അറിയില്ല എന്നായിരുന്നു ദിനയുടെ പ്രതികരണം. സമാധാനത്തിന്റെ പ്രസിഡന്റായി അദ്ദേഹം പ്രചാരണം നടത്തി. സംഘർഷങ്ങൾ അവസാനിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിച്ചിട്ടില്ല. ഗസ സംഘർഷം കൂടുതൽ രൂക്ഷമാവുകയാണ്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ മൂന്നാമതൊരു വലിയ യുദ്ധം തന്റെ മേൽനോട്ടത്തിൽ ആരംഭിക്കാൻ ട്രംപ് അനുവദിച്ചു. അദ്ദേഹം ഒരു കാര്യം പറയുന്നു, മറ്റൊന്ന് ചെയ്യുന്നു എന്നും ദിന വിമർശിച്ചു. ഇസ്രയേൽ ആക്രമണം ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപും നയതന്ത്രത്തിന് പ്രാധാന്യം നൽകുമെന്ന് ട്രംപ് ആവർത്തിച്ചിരുന്നു. എന്നാൽ ആക്രമണം തുടങ്ങിയതോടെ വാഷിംഗ്ടണിന് പങ്കില്ല എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞു. ഇറാന്റെ പ്രധാന യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രമായ ഫോർദോ നശിപ്പിക്കാൻ ഇസ്രയേലിന് അമേരിക്കയുടെ സഹായം ആവശ്യമാണ്. ഫോർദോയിൽ ബോംബിടുന്നത് എളുപ്പമുള്ള കാര്യമാണെന്ന് ട്രംപിനെ ബോധ്യപ്പെടുത്താൻ ഇസ്രയേലി ഉദ്യോഗസ്ഥരടക്കം ശ്രമിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. എന്നാൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നികത്താനാകാത്ത നാശനഷ്ടമാകും ഉണ്ടാവുക എന്ന മുന്നറിയിപ്പാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. അമേരിക്ക ആക്രമണത്തിന് കൂട്ടുനിന്നാൽ മേഖലയിലെ ആയിരക്കണക്കിന് US സൈനികർക്ക് ഭീഷണിയുണ്ടാകും. കൂടാതെ ലോക എണ്ണ വിതരണത്തിന്റെ 20% കടന്നു പോകുന്ന ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചേക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. അതേസമയം ഇസ്രായേലിന്റെ കുറ്റകൃത്യത്തിൽ US-നെ പങ്കാളിയായി മുദ്രകുത്തിയ ഇറാൻ ട്രംപ് ഭരണകൂടവുമായി ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ആക്രമണം നിർത്തുന്നതുവരെ തങ്ങളുമായുള്ള ചർച്ചകളിൽ US-ന് ഇടമില്ല എന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കി. ഇസ്രായേലി സൈനിക നടപടികളെക്കുറിച്ചുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഷ അവർ ഇതിനകം തന്നെ യുദ്ധത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നുണ്ടെന്നും ഇനി തെളിവിന്റെ ആവശ്യമില്ല എന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്.